ഹലോ ഗേസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് മന്തി റെസിപ്പി കാണാം. ചുവട് കട്ടിയുള്ള ഒരു ഉരുളി എടുക്കാം. അതിൽ മല്ലിയില, പുതിനയില, ചിക്കൻ ക്യൂബ് 3-4 എണ്ണം, മാഗി മസാല, ഗരം മസാല എന്നിവ ചേർക്കാം. ജീരകവും കുരുമുളകും പൊടിച്ചെടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, ജീരകവും കുരുമുളകും പൊടിച്ചതും ചേർത്ത് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പീസും ചേർത്ത് റെഡ് ഫുഡ് കളറും വെളിച്ചെണ്ണയും ഒഴിച്ച് മിക്സ് ചെയ്യാം. 1.5 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഉപ്പ് ചേർക്കണ്ട, ചിക്കൻ ക്യൂബിൽ ഉപ്പ് ആവശ്യത്തിനധികമുണ്ട്. കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് സ്റ്റിക്കിട്ട് നന്നായി ചിക്കൻ പീസിൽ കുത്തി കൊടുക്കാം. മസാലയൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ആ പാത്രത്തിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ചും ഇട്ട് കൊടുത്ത് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. വീഡിയോ ഇടയ്ക്ക് കട്ടായിപ്പോയി. ഒരു പാത്രത്തിൽ വെള്ളം വച്ച് തിളപ്പിച്ച് റൈസ് കഴുകിയിട്ട് ബ്ലാക്ക് ലെമൺ കട്ടാക്കി ഇതിലേക്ക് ഇട്ട് പട്ട, ഗ്രാമ്പു എന്നിവയും ഇട്ട് റൈസ് പകുതിയോളം വേവുമ്പോൾ വേറൊരു പാത്രത്തിൽ കോരി തോരാൻ വയ്ക്കാം. കുറച്ച് ചിക്കൻ പീസും ഗ്രേവിയും മാറ്റി വെച്ചിട്ട് റൈസ് കുറച്ച് ഇതിലിട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ സ്മെല്ലിന് വേണ്ടിയിട്ട് ഇതിലേക്ക് അവിടെയായി നമുക്ക് പച്ചമുളക് കുത്തിവെച്ച് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിന് പുറത്ത് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ മാറ്റിവെച്ച ചിക്കൻ പീസും ഗ്രേവിയും പുറത്തിട്ട് കൊടുക്കാം. സ്മോക്കിനായി ഒരു ചെറിയ പാത്രത്തിൽ കനൽ കോരിയെടുത്ത് അതിലൽപ്പം ഓയിലൊഴിച്ച് മൂടി കൊണ്ട് നന്നായി അടച്ചു വയ്ക്കാം. എന്തേലും വെയിറ്റ് അടപ്പിന് മുകളിൽ വയ്ക്കണം. 20 മിനിറ്റ് ചെറു തീയിലിട്ട് വയ്ക്കുക. ഇതാ സ്വാദിഷ്ടമായ മന്തി തയ്യാർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനോടൊപ്പം കഴിക്കാനുള്ള മയോണൈസിൻ്റെയും അതുപോലെ തന്നെ ചട്നിയുടെയും വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.